الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم هو الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ഇഷ്ടാനിഷ്ടങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാത്ത കാലത്തോളം ജീവിതം നഷ്ടപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു എന്നതിനേക്കാളും അള്ളാഹു നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും. ആളുകൾ എങ്ങനെയായിരുന്നാലും നമ്മൾ എങ്ങനെയാവണമെന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മോടൊപ്പമുള്ള ഒരു സമൂഹം, ഏതൊരാൾക്കും കൂട്ടും കുടുംബവും ആളുകളും സഹായികളും ഉണ്ടാവുക എന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. ഒറ്റപ്പെടാനും ആരും സഹായിക്കാനില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കുടുങ്ങിയ സന്ദർഭത്തിൽ ഒരു കൈ നീട്ടിത്തരാൻ ആളില്ലാത്ത ഒരവസ്ഥ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. നമുക്കാർക്കും ഒറ്റക്കൊട്ട് ജീവിക്കാനും കഴിയില്ല. നമ്മളെ കൊണ്ട് മതി, ആരും കൈപിടിക്കണ്ട, ആരും കൈത്താങ്ങ് വേണ്ട, ആരും എന്നെ സഹായിക്കേണ്ടതില്ലെന്ന് വിചാരിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. അപ്പൊ നമ്മളുടെ കൂട്ടുകാരും നമ്മുടെ ഒപ്പമുള്ളവരും നമ്മളെ സഹായിക്കുന്നവരും ഭൂമിയിൽ, നാട്ടിൽ, നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ കൂട്ടുകാരും സുഹൃത്തുക്കളും ആരായിരിക്കണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ ജനിച്ചു വളർന്ന് നമ്മുടെ അയൽപക്കത്തും ചുറ്റുപാടുകളിലും പിന്നെ അങ്ങാടിയിലും പിന്നെ കളിസ്ഥലത്തും പിന്നെ കലാലയങ്ങളിലും ഒക്കെ കണ്ട കൂട്ടുകാര് സ്വമേധയാ നമ്മുടെ കൂട്ടും
നമ്മളെ സുഹൃത്തുക്കളുമായി നടന്ന് അവരുടെ കൂടെ അങ്ങ് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥ അല്ല വേണ്ടത്. നമുക്കെല്ലാവരും കൂട്ടുകാരും സുഹൃത്തുക്കളും നാട്ടുകാരുമാണെങ്കിലും നമ്മോടൊപ്പം നമ്മളെ സഹായിക്കുന്ന, നമ്മൾക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുന്ന, നമ്മൾ തെറ്റിപ്പോകുമ്പോൾ നമ്മളെ തിരുത്തുന്ന, പാടില്ല നീ അത് ചെയ്യരുത് എന്ന് പറയുന്ന കൂട്ടുകാരാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ ലോകത്ത് ഒറ്റയാകാൻ പാടില്ല. സന്ദർഭത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. മൻ മാത വസല്ല അലൈഹി 40 ലാ യുശ്രികൂന ബില്ലാഹി ഇല്ലാ ശഫഅഹുല്ലാഹു ഫീഹി എന്നാണ്. നമ്മൾ മരിച്ചതിന്റെ ശേഷം നമ്മൾ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളറിയില്ല. നമ്മളെല്ലാവരും കുളിപ്പിച്ച് കിടത്തി കബറിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മളോടൊപ്പമുള്ളവരാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, നമ്മുടെ മക്കള് നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ടോ, നമ്മൾ വിചാരിച്ച മാതിരി തന്നെയാണോ നമ്മൾ മക്കള് ജീവിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നബി പറയുന്നത് മൻ മാത വസല്ല അലൈഹി 40 ലാ യുശ്രികൂന ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, പടച്ചവനെ പേടിക്കുന്ന, പടച്ചവൻ മതി, അള്ളാഹ് കാക്കണം എന്ന് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ശിർക്കിന്റെ ഒരംശവും ഇല്ലാത്ത 40 പേരെങ്കിലും ഒരാൾ മരിച്ചിട്ട് അയാൾക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കാനുണ്ടെങ്കിൽ ഇല്ലാ ശഫഅഹുല്ലാഹു ഫീഹി, മുവഹിദുകളായ തൗഹീദുള്ള 40 പേരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കൂല. ഇത് അള്ളാഹു തന്നെ നടത്തിയൊരു പ്രസ്താവന, റസൂലുള്ളാഹി നടത്തിയൊരു പ്രസ്താവന മാത്രമല്ല, നമ്മൾ ഇപ്പോൾ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ. ആരാണ് നമ്മളെ കൂട്ടുകാരായിരിക്കേണ്ടത്? നമ്മൾ മരിച്ചാൽ ഒരു പക്ഷേ 10,000 വരുന്നവരുണ്ടായിരിക്കും. അവന്റെ വലുപ്പത്തിനും നേട്ടത്തിനും അവന്റെ കൂട്ടുകുടുംബത്തിന്റെ ശക്തിക്കും അനുസരിച്ച് ആളുകൂടും. പക്ഷെ ആരായിരിക്കണം നമുക്ക് മയ്യിത്ത് നമസ്കരിക്കാൻ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നബി പഠിപ്പിക്കുന്നത് തൗഹീദുള്ള, പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന, അള്ളാന്ന് വിളിക്കുന്ന 40 പേരെങ്കിലും നിസ്കരിച്ചാൽ ആ ആൾക്കൂട്ടം മതി ആ ശുപാർശ സ്വീകരിക്കാൻ. നമ്മൾ ഈ ജീവിതത്തിൽ നമ്മളോടൊപ്പം ആരുണ്ടായിരിക്കണം നമ്മളെ കൈത്താങ്ങല് എന്ന് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ജീവിതത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുകയാണ് എല്ലാവരും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിരിഞ്ഞു പോകും. കുറെ താഴേക്ക് കൊണ്ടവരുണ്ടാവും റോട്ടിൽ, കുറെ കേക്കെ കൊണ്ടൊക്കെ കൊണ്ടവരുണ്ടാവും, കുറെ വീണാൽക്കലേക്ക് പോകുന്നവരുണ്ടാവും, കുറെ വണ്ടിക്കാര് കുറച്ചപ്പുറത്തേക്ക് പോകുന്നവരുണ്ടാവും. ഒരുപക്ഷെ ഒരു വണ്ടിയിലോ കുറെ ആളുകൾ കൂടിയിട്ടോ ആണ് നമ്മൾ പോവുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലെത്തിയാൽ നമ്മളെ കുടുംബം, നമ്മുടെ ഭാര്യ മക്കളോ ആവും. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കിടപ്പറയിലേക്ക് പോകുമ്പോൾ അവിടെയും വേർപിരിയും. അവസാനം നമ്മളൊരു ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ട് പരലോകത്ത്, ഖബറിലെത്തുമ്പോൾ. അപ്പൊ ആ ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ ആരുണ്ടായിരിക്കണം? അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത അയ്ൻ വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദുആഉൽ മക്റൂബാണ്. എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു മറുമരുന്നാണിത്. പ്രയാസങ്ങളിൽ നിന്നും മനസമാധാനമില്ലായ്മയിൽ നിന്നും രക്ഷപ്പെടാൻ ഉള്ള പ്രാർത്ഥന, ദുആഉൽ മക്റൂബ്. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ എനിക്ക് നിന്റെ മാത്രം റഹ്മത്തെ പ്രതീക്ഷയുള്ളൂ, നിന്റെ കാരുണ്യം മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. ഉമ്മയും ഭാര്യയും മക്കളും നാട്ടുകാരും ഒക്കെ നമ്മളോട് കരുണ കാണിക്കുന്നവരായിരിക്കാം, അവരൊക്കെ നമുക്ക് കൈത്താങ്ങായിരിക്കാം. പക്ഷേ റഹ്മതക അർജു, നിന്റെ റഹ്മത്ത് മാത്രമാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത അയ്ൻ, എന്റെ കാര്യം എന്നെ തന്നെ ഒരു കണ്ണ് ചിമ്മി എഴുന്നേൽക്കുന്ന നേരം പോലും, അഥവാ ഒരു നിമിഷ നേരം പോലും, ഒരു സെക്കൻഡ് നേരം പോലും എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കരുതേ. വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു, എന്റെ കാര്യം ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്നാക്കി തരണം, പരലോകത്തും നന്നാക്കി തരണം.
ലാ ഇലാഹ ഇല്ല അന്ത, ഇതൊക്കെ ചെയ്തു തരാൻ പഠിച്ചവനെ നീ മാത്രമാണ് എന്റെ ഇലാഹ് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഒറ്റപ്പെടും. തമറു അഖാലിബി ജനബാത്തി ഖബരി കഅന്ന അഖാലിബി ലം തഅരിഫൂനി ലബുൽ മീറാസ് യഖ്തസിമൂന മാലി വലാ യദ്റൂന മാ ജഹദു ദുയൂനി എന്ന് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദനകൾ ഒരു മഹാനായ മനുഷ്യൻ ചിത്രീകരിച്ചത് അങ്ങനെയാണ്. എന്താണ്? ഞാൻ മരിച്ചു പോയപ്പോ തമുറു അഖാലിബി ജനബാത്തി ഖബരി, എന്റെ അടുത്തവർ ഉറ്റവരും ഉടയവരും എന്റെ ഖബറിന്റെ അപ്പുറത്തു കൂടിയും ഇപ്പുറത്തു കൂടിയും റോട്ടിൽ കൂടിയും ഇടവഴികളിൽ കൂടിയും ഒക്കെ നടന്നു പോകുന്നു. കഅന്ന അഖാലിബി ലം തഅരിഫൂനി, അവരാരും എന്നെ പരിചയമില്ല എന്ന നിലക്കാണ് അവരുടെ കാര്യവും കൊണ്ടുപോകുന്നത്. അതൊക്കെയാണല്ലോ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒക്കെ നമ്മളൊക്കെ ഓർക്കും, പറയും, പിന്നെ നമ്മളാണ് മറന്നു പോകും. നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിൽ അവിടെ കിടക്കുന്ന മനുഷ്യനെ നമുക്ക് അറിഞ്ഞുകൂടാ. ലബുൽ മീറാസ് യഖ്തസിമൂന മാലി, ഞാൻ കണ്ണു ചിമ്മിയാൽ അനന്തരാവകാശികളുടെ തിരക്ക് എന്റെ സ്വത്ത് ഭാഗിച്ചെടുക്കുന്നതിലാണ്. അത് എത്ര കിട്ടണം, എത്ര കിട്ടും, അതിന്റെ തർക്കമുള്ളവരും തർക്കമില്ലാത്തവരും ഉണ്ടാവാം. അവർ ആ സ്വത്ത് ഭാഗിച്ചെടുക്കുകയാണ്. അപ്പോൾ പോലും വാപ്പാക്ക് കടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വാപ്പ സക്കാത്ത് കൊടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നു, വാപ്പാക്ക് കുറെ അപ്പുറത്ത് വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അതൊന്നും ആരും നോക്കൂല. നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഹലോകത്ത് നമുക്ക് ആള് വേണം. മരിച്ചാൽ നമസ്കരിക്കാനെങ്കിലും കുറച്ച് മുവഹിദുകൾ വേണം. നമ്മളെ കൂട്ടുകാർ നമ്മളെ തിരുത്തുന്നവരായിരിക്കണം. അങ്ങനെയുള്ള കൂട്ടുകെട്ടാണ് നമുക്കുണ്ടാവേണ്ടത്. ജനിച്ചു വളർന്നപ്പോൾ കിട്ടിയ, അപ്രതീക്ഷിതമായി കിട്ടിയ കൂട്ടുകെട്ടിൽ പോർപ്പെട്ട് വലിയവരും ചെറിയവരും ജീവിതം നഷ്ടപ്പെടുത്തരുത്. ഇനി മരണശേഷവും നമുക്ക് ആരാണ് കൂട്ടിനുള്ളത്? അള്ള പറയുന്നത് നിങ്ങളുടെ കൂടെ അള്ളയെ ഉണ്ടാവൂ മരണശേഷം, ആരും ഉണ്ടായിരിക്കില്ല. ആരോഗ്യവും ആയുസ്സും ആരോഗ്യവും സുഖസന്തോഷങ്ങളും ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ കൂട്ടുകെട്ട് നീ തിരിച്ചറിയണം. എന്റെ കൂടെ അള്ളണ്ട്, എന്നെ രക്ഷിക്കും. ഞാൻ അള്ളാഹിനെ രാവിലെ ഓർക്കാറുണ്ട്, വൈകുന്നേരം ഓർക്കാറുണ്ട്. അവൻ പറഞ്ഞത് ഞാൻ കേട്ട് ജീവിക്കാറുണ്ട്. അവൻ നിർബന്ധിച്ചത് ഞാൻ ഒരിക്കലും ഒഴിവാക്കാറില്ല. അങ്ങനെ അള്ളാഹുവിനെ നീ അള്ളാഹുവിനെ ആരോഗ്യവും സുഖവും സന്തോഷവും ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ കുടുങ്ങിയ നേരത്ത്, നിന്റെ കുടുക്കും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അള്ളാഹു തആല നിന്റെ പ്രയാസങ്ങളും തിരിച്ചറിയും. നമ്മളാവും കാലത്ത് പഠിച്ചവനെ മറന്ന് ജീവിച്ചാൽ നമുക്ക് വേണ്ട അള്ളാഹുവിനെ വേണ്ട നേരത്ത് അള്ളാഹു നമ്മളെ തിരിച്ചറിയുകയില്ല, നമ്മളെ തിരിഞ്ഞു നോക്കുകയില്ല എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ സാന്നിധ്യമാണ്. അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എപ്പോഴും പഠിച്ചവന്റെ സാന്നിധ്യം നമുക്കുണ്ടറിയാലോ. ഏത് നേരത്തും ജീവനാടിയേക്കാളും അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അത് വിശ്വാസിയോടൊപ്പം, തോന്നിവാസിയോടൊപ്പം, നിഷേധിയോടൊപ്പം, അവിശ്വാസികളോടൊപ്പം ഒക്കെ അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട്. അത് നമുക്ക് തട്ടി മാറ്റാൻ കഴിയില്ല. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചു വെച്ചാലും അള്ളാഹുവിൽ നിന്ന് നമുക്കൊന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറഞ്ഞാൽ അത് രാത്രി പാതിരാ നേരത്ത് ആരും അറിയാത്ത സ്വകാര്യമാണെങ്കിലും, തബീത്ത് എന്ന് പറഞ്ഞ അന്തിക്ക് ആരും അറിയാതെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുകയോ പറയുകയോ ആണെങ്കിൽ പോലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്.
അപ്പൊ അള്ളാഹുവിന്റെ സാന്നിധ്യം ദുനിയാവിൽ ആഖിറത്തിലും നമുക്ക് തട്ടിമാറ്റാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. 6 ഘട്ടങ്ങളിലായിക്കൊണ്ട്, ഓരോരോ ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് ഖുർആനിൽ ആവർത്തിച്ചു കാണാം. ഈ 6 ഘട്ടങ്ങൾ എങ്ങനെയാന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹു തആല ഭൂമിയെ, അതുപോലെ മനുഷ്യരെ, ഇവിടെയുള്ള ജീവജാലങ്ങളെ, ആകാശങ്ങളെ, അതൊക്കെ സിത്തത്തു അയ്യാം 6 ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചു. എന്നിട്ടോ അള്ളാഹ് പറയാണ് സുമ്മസ്തവ അലൽ അർശ്. ഈ ഭൂമിയെല്ലാം നിയന്ത്രിക്കുന്ന സിംഹാസനത്തിൽ അള്ളാഹു തആല ഉപവിഷ്ടനായി. സൃഷ്ടിച്ച അള്ളാഹുവിനറിയാം ഈ ഭൂമിന്റെ ഉള്ളിലേക്ക് ഇല്ലാതെയായി പോകുന്ന, മറഞ്ഞു പോകുന്ന ആളുകളും മനുഷ്യരും ജീവജാലങ്ങളും എന്തൊക്കെയാണെന്ന്. മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന മനുഷ്യരാരൊക്കെയാണ്, മരിച്ചു പോകുന്നവര്. ഇവിടെ ഭൂമിയിൽ ആണ്ടുപോകുന്നത് എന്തൊക്കെയാണ് കൃത്യമായി അറിയും. അവരാണല്ലോ സൃഷ്ടിച്ചത്. ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നവരാരൊക്കെയാണ്? പുതിയതായി ജനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, പുതിയതായി ജനിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ, പുതിയതായി മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പല വൃക്ഷാദികൾ ഒക്കെ പഠിച്ചവനറിയാം. പിന്നെ ആകാശത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മഴ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, ആകാശത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് നന്മയോ തിന്മയോ ആയിട്ടുള്ള, നമ്മൾക്ക് കാണാനും കൃത്യമായി മനസ്സിലാക്കാനും കഴിയാത്ത എന്തൊക്കെയാണ് മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഒക്കെ അള്ളാഹുവിനറിയാം. ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നതും അള്ളാഹുവിനറിയാം. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അറിയുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ഒരു അള്ളാഹു നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ അള്ളാഹുവിനെ ഒളിപ്പിച്ചു വെച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു അള്ളാഹു അങ്ങനെ മാത്രം നമ്മുടെ കൂടെ ഉണ്ടായാൽ പോരാ, അള്ളാഹു ഇഷ്ടത്തോടു കൂടി തന്നെ നമ്മുടെ കൂടെ വാഴണം. പറഞ്ഞു, മൂന്ന് പേര് ഒരു സ്വകാര്യം പറയുകയാണ്, ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ നാലാമനായി അള്ളാഹു ഉണ്ടായിരിക്കും. 5 പേർ ഒറ്റക്കൊരു ഭാഗത്താണെങ്കിൽ 6-മനായി അള്ളാഹു ഉണ്ടായിരിക്കും. അതിൽ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഒരു നമ്പർ കൂടി, ഒരു പ്ലസ് കൂടി, അള്ളാഹു പ്ലസ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അയിനമാക്കാനോ ജനങ്ങൾ എവിടെയായിരുന്നാലും അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി അള്ളാഹു അറിയിക്കും. അള്ളാഹ് എല്ലാം അറിയുന്നുണ്ട്. ഈ ഗൈബ്, അള്ളാഹുവിനെ പറ്റിയുള്ള ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണം. അപ്പൊ നമ്മൾ ആരും അറിഞ്ഞില്ലെങ്കിലും തെറ്റ് ചെയ്യാൻ നമ്മളൊന്ന് കൈ പിന്നോട്ട് വലിക്കും, കാല് പിന്നോട്ട് വലിക്കും. ചെയ്യേണ്ട ഫർളായ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. അവൻ കാണുന്നുണ്ടല്ലോ, നമ്മളെ അറിയുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, ആ ഒരു നമ്മോടൊപ്പമുള്ള അള്ളാഹുവിനെ ഓർക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അവൻ നമ്മുടെ സഹായിയായി നമ്മുടെ കൂടെ ഉണ്ടാകും. സൂക്ഷിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ടായിരിക്കും. വല്ലദീന ഹും മുഹ്സിനൂൻ, ഏത് കാര്യത്തിലും നന്മ ചെയ്യുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ടായിരിക്കും. ക്ഷമിക്കുന്നവരുടെയും തിന്മകൾക്കെതിരെ അതിജീവിക്കുന്നവരുടെയും കൂടെ അള്ളാഹു ഉണ്ടായിരിക്കും. വല്ലദീന ജഹദൂ ഫീനാ, നമ്മുടെ മാർഗത്തിൽ ത്യാഗത്തോടുകൂടി ജീവിക്കുന്നവർ, ലനഹ്ദിയന്നഹും സുബലനാ, നമ്മുടെ വഴിയിലേക്ക് അവനെ നാം വഴി കാണിക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരുടെ കൂടെ തീർച്ചയായും അല്ലാഹു ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ. നിങ്ങളത് പ്രതീക്ഷിക്കുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അറിയുക അല്ലാഹു മുത്തഖീങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നബി പഠിപ്പിച്ചു അല്ലാഹുവിന്റെ വചനം, എന്റെ അടിമ എന്നെ പറ്റി എങ്ങനെ വിചാരിക്കുന്നുവോ അങ്ങനെയായിരിക്കും ഞാൻ ഉണ്ടായിരിക്കുക. ആ അടിമക്ക് ഞാൻ വേണോ, ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്റെ സഹായം വേണോ, ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും.
അതല്ല എന്റെ കൽപ്പനകൾ അവന് വെറുപ്പാണോ, ഞാൻ അവനിൽ നിന്ന് അകന്നു നിൽക്കും. എങ്ങനെ എന്നിൽ നിന്ന് എന്നെ പറ്റി വിചാരിക്കുന്നു, അങ്ങനെയായിരിക്കും ഞാൻ. പിന്നെ എന്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവന്റെ തൊട്ടടുത്തുണ്ടെന്ന് പറയണം. ആ ഒരു സാന്നിധ്യം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ കൈപിടിക്കാൻ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യസന്ധമായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, നമ്മൾ ജനങ്ങളുമായി ഇടപെടുമ്പോൾ അബദ്ധം പറ്റരുതേ എന്ന് ചിന്തിക്കാൻ, നമ്മൾ ചെയ്യുന്നതിലൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖും സഹായവും കിട്ടാൻ അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനെ ഇഹ്സാൻ ചെയ്യണം, ക്ഷമിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെ എന്തായിരുന്നാലും ഉണ്ടാകും. പക്ഷേ നമ്മളെ സഹായിക്കാനല്ല, താക്കീതുകാരനായി. അതുകൊണ്ട് ഇഹലോകത്ത് നല്ല മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടാവുക എങ്കിൽ അതോടൊപ്പം പരലോകത്ത് അള്ളാഹുവിന്റെ സാന്നിധ്യവും അള്ളാഹുവിന്റെ സഹായവും ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ സഹായവും ഉണ്ടാവണം. അങ്ങനെ ഞാൻ ഒറ്റപ്പെടരുത്, എനിക്ക് സഹായികളും കൈത്താങ്ങുകളും ഉണ്ടാവണം എന്നുള്ള വിചാരമാണ് സത്യവിശ്വാസിക്ക് വേണ്ടത്. അതിന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനിൽ തവക്കുലാക്കുന്ന ഈമാൻ നമുക്കുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അപ്പോൾ ആ ഒരു പടച്ചവന്റെ സാന്നിധ്യം എനിക്കുണ്ടെന്നുള്ള മനസ്സമാധാനമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉന്മേഷത്തോടു കൂടി ഭൂമിയിൽ ജീവിപ്പിക്കുന്ന ഏക കാര്യം. നമ്മുടെ തടിപിടിക്കും സാമ്പത്തിക ശേഷിയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഹിജ്റ പോയപ്പോ സൗർ ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നപ്പോ ഖുറൈശികൾ ഗുഹയുടെ മുഖത്ത് വന്ന് നിന്നുകൊണ്ട് അവരുടെ കാൽമുട്ട് വരെ ഇവർ കാണുന്നു ഗുഹയിലിരുന്ന്. അബൂബക്കർ സിദ്ദീഖ് നബിയോട് ചോദിക്കുന്നു, നബി ഒന്ന് കുമ്പിട്ട് നിന്നാൽ നമ്മളെ കാണുമല്ലോ, എന്താ ചെയ്യാ? എന്താ നബി പറഞ്ഞത്? എന്താണ് അബൂബക്കർ താങ്കൾ വിചാരിച്ചത്? അള്ളാഹു നമ്മുടെ കൂടെ ഇല്ലേ? ആ ഒരു അള്ളാഹുവിന്റെ സാന്നിധ്യം, അള്ളാഹു നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാണ് നീ ഭയപ്പെടേണ്ടത്? അവർക്ക് കുമ്പിട്ട് നോക്കാൻ പറ്റൂലാന്നർത്ഥം. അതിനവർ ആലോചിക്കൂല. പഠിച്ചോൻ നമ്മളുടെ കൂടെയുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ കാണാം, കടലിൽ തള്ളിയിടപ്പെട്ട് കൊണ്ടുപോയിട്ട് മത്സ്യം വിഴുങ്ങിയപ്പോ അദ്ദേഹത്തിന് വലിയ ഒരു മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ സ്വബോധമുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അദ്ദേഹം അല്ലാഹുവിന്റെ എന്റെ കൂടെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ അല്ലാഹുവിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയാണ്. അപ്പോഴാണ് അദ്ദേഹം രക്ഷപ്പെടുത്തി എന്ന് അല്ലാഹു പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാം കടലിന്റെ മുമ്പിലെത്തി. പിന്നിൽ ഫിറഔനും മുമ്പിൽ ഇരച്ചു നിൽക്കുന്ന കടലും കണ്ടപ്പോ ബനൂ ഇസ്രായേൽക്കാർ ചോദിച്ചു മൂസാ നബിയോട്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് കടലാണല്ലോ, ഫിറഔൻ നമ്മളെ പിടിക്കാൻ പിന്നിൽ വരുന്നുണ്ടല്ലോ. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ എന്തിനു പേടിക്കണം? പടച്ചവൻ നമ്മളുടെ കൂടെയില്ലേ? ഫിറഔന്റെ മുമ്പിൽ ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും മൂസാ നബി അലൈഹിസ്സലാമിനോടും പറയുന്നുണ്ട്, ഇന്നനി മഅകുമാ അസ്മഉ വഅറ. ഫിറഔനിനെ ഭയപ്പെടേണ്ട നിങ്ങൾ രണ്ടുപേരും, ഞാനൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരു മഅയ്യത്തുള്ള അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തണം. അതിനെന്ത് വേണം? നമ്മൾ പടച്ചവന്റെ കൽപ്പനകൾ, നിർബന്ധമായ കൽപ്പനകൾ ചെയ്യണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കണം. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു ജീവിതം നമുക്കുണ്ടാവരുത്. അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവരുടെ കൂട്ടുകെട്ട് നമുക്കുണ്ടാവരുത്. അഥവാ നമ്മൾ തെറ്റിയാൽ തിരുത്തി തരുന്ന ഒരു നല്ല സമൂഹത്തിൽ, നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി നമസ്കരിക്കുന്ന ഒരു മുവഹ്ഹിദുകളുടെ സമൂഹത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ
ഇമാമിൻ്റെ കുറേ കാലങ്ങളായി നമ്മുടെ കൂടെയുള്ള ഇമാമിൻ്റെ നാട്ടുകാരനും തൊട്ടടുത്ത ആളുമായ ഒരു സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം 2 മൂന്ന് ദിവസമായി ഇവിടെ എത്തിയിട്ട് വളരെ ദാരിദ്രനാണ്. പള്ളിയിൽ എവിടെയോ നിൽക്കുകയാണ്. 10-15 ഉറുപ്പികയാണ് കിട്ടുക. അതുകൊണ്ട് കുടുംബവും ബാക്കിയൊക്കെ വേണം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സ്വന്തം ജ്യേഷ്ഠന് ക്യാൻസർ പിടിപെട്ട് വലിയ ഒരു അപകടാവസ്ഥയിലാണ് വിശ്വാസയോഗ്യമായി ഇമാമിൽ കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു പലതുള്ളി നെല്ലുവെള്ളം സഹായിച്ചാൽ ആ സഹോദരന് എന്തെങ്കിലും കാര്യമായ ചികിത്സക്ക് കഴിയും. നമ്മളൊക്കെ അവിടെയുള്ള ബക്കറ്റിലിട്ട് സഹായിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളും വിഷമിക്കുന്നവരുമായ ആളുകൾക്ക് അല്ലാഹു ശാന്തിയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.